everyone, welcome back to Asylum Learning. It's me, Jamsha. Today we are going to do the Unit 7 and the complete chapters will be summarized here, plus the most frequently asked questions from these chapters. ഈ ചാപ്റ്റർ കംപ്ലീറ്റ് നമ്മൾ സമ്മറി പറയും. അതിൽ നിന്ന് കഴിഞ്ഞ വർഷങ്ങളിൽ ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഫ്രീക്വന്റ്ലി ചോദിച്ചിട്ടുള്ള, ഇടക്കിടക്ക് ചോദിച്ചിട്ടുള്ള, ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. റെഡി ആണല്ലോ? സോ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ വരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു വരുന്നത്. കാരണം ഇനിയും ഇതുപോലത്തെ ധാരാളം വീഡിയോസ് വരാനിരിക്കുന്നുണ്ട്, ലൈവ് സെഷൻസ് വരാനിരിക്കുന്നുണ്ട്. മോസ്റ്റ് യൂസ്ഫുൾ ആയിരിക്കും. സബ്സ്ക്രൈബ് ദ ചാനൽ. ഓക്കെ, നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് യൂണിറ്റ് 7 ആണ്. യൂണിറ്റ് 7 നിങ്ങൾക്കറിയാം, മാഡം റൈറ്റ്സ് ബോസ് എന്ന് പറയുന്ന ഒരു കിടിലൻ ചാപ്റ്റർ അതിലുണ്ട്. അതുപോലെ തന്നെ ദ ടെയിൽ ഓഫ് കസ്റ്റാർഡ് ഡ്രാഗൺ എന്ന് പറയുന്ന മറ്റൊരു ചാപ്റ്റർ കൂടി ഉണ്ട്. ഈ രണ്ട് ചാപ്റ്ററിന്റെയും കാര്യങ്ങൾ നമുക്ക് സെറ്റ് ആക്കേണ്ടതുണ്ട്. സെറ്റ് ആക്കാം, നോക്കാം, പവർ ആക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ദ മാഡം റൈഡ്സ് ബസ്. ഇതാണ് നമ്മളെ മാഡം ബസ് ഓടിക്കുന്നു. യെസ്, ഏതാ മൂഡ് അല്ലേ? നോക്കാം. സമ്മറിയാണ് പറയുന്നത്. സ്റ്റോറി മാഡം റൈഡ്സ് ബസ് ബൈ വള്ളിക്കണ്ണനാണ് ഇത് എഴുതിയിട്ടുള്ളത് കേട്ടോ. കിടലൻ റൈറ്റർ ആണ്. ടച്ചിങ് നെറേറ്റീവ് പോലെ an 8-year-old girl named വല്ലി എന്നായിരിക്കും. വല്ലി എന്ന് പേരുള്ള ആ ഒരു കുഞ്ഞിമോളെ, 8 വയസ്സ് മാത്രം പ്രായമുള്ള ആ കുട്ടിയെ പറ്റിയുള്ള ഒരു സൂപ്പർ കഥയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട സംഭവമാണ് കേട്ടോ. ഏതായാലും ഹു ഇസ് ക്യൂരിയസ്, ഇൻഡിപെൻഡന്റ്. അവള് ഭയങ്കര സ്വതന്ത്രയാണ്. അത്ര സ്വതന്ത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ അത്ര റെസ്ട്രിക്റ്റഡ് ആണ്. ഏതാണെങ്കിലും ക്യൂരിയസ് ആണ്. എല്ലാത്തിനോടും ഒരു ക്യൂരിയോസിറ്റി ഉണ്ട് അവൾക്ക്. ജിജ്ഞാസ, അറിയാനുള്ള താല്പര്യം. നിങ്ങൾക്കില്ലേ? അങ്ങനെ ഉണ്ടാവണം ഗൈസ്. അതാണ് ഒരു മനുഷ്യന്റെ ഒരു വലിയൊരു സംഭവം. അതുകൊണ്ടാണ് ഇത്ര വലിയ ഡെവലപ്മെന്റ്സ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ആൻഡ് ഈഗർ ടു എക്സ്പ്ലോർ ദ വേൾഡ് ബിയോണ്ട് ദ വില്ലേജ്. അവരുടെ വില്ലേജിന് പിന്നിലുള്ള, അല്ലെങ്കിൽ വില്ലേജിന് അപ്പുറത്തേക്ക്, നമ്മുടെ പഞ്ചായത്തിന് പുറത്തേക്കുള്ള നാട്ടും പ്രദേശങ്ങൾ കാണാനുള്ള ഒരു വെമ്പൽ, അതിനോടുള്ള ഒരു താല്പര്യം അവൾക്കുണ്ടായിരുന്നു. വല്ലി ഈസ് ക്യൂരിയോസിറ്റി. അവളുടെ ക്യൂരിയോസിറ്റി എന്താ? വല്ലി ഈസ് ഫാസിനേറ്റഡ് ബൈ ദ ബസ് ദാറ്റ് പാസസ് ത്രൂ ഹർ വില്ലേജ് എവറി ഡേ. എല്ലാ ദിവസവും അവളുടെ മുന്നിലൂടെ കടന്നു പോകുന്ന ആ ഒരു ബസ്സിനെ വല്ലി ഇങ്ങനെ നോക്കി നിൽക്കാറുണ്ടായിരുന്നു. എന്നിട്ടോ ട്രാവലിംഗ് ടു ദ നിയർ ബൈ ടൗൺ. അടുത്തൊരു ടൗൺ ഉണ്ട്. ആ ടൗണിലേക്ക്, സപ്പോസ് കോഴിക്കോട് ടൗണിലാണ്, ഗ്രാമത്തിൽ നിന്ന് കോഴിക്കോട് ടൗണിലേക്ക് വരുന്ന ബസ് ഇങ്ങനെ നോക്കി നിൽക്കാറുണ്ടായിരുന്നു. She longs to experience the journey herself but has no one to accompany her. അവൾക്ക് നല്ല താല്പര്യമുണ്ട് പോവാൻ, പക്ഷെ അവളുടെ കൂടെ പോവാൻ ആരുമില്ല. Nobody is there. Determined to fulfill her dream. അവളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി she saves money by avoiding unnecessary expense. ആ വീട്ടിൽ നിന്ന് കൊടുക്കുന്ന പണമൊക്കെ സ്വരൂപിച്ചു വെച്ചു. നിങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ടോ? എന്തെങ്കിലും സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതുപോലെ അവളുടെ സ്വപ്നം എക്സ്പ്ലോർ ചെയ്യാന്നുള്ളത്. ചെറിയ വയസ്സ്, എട്ടാമത്തെ വയസ്സ് കാരണം 3 വയസ്സായിട്ട് 3-ാം ക്ലാസ്സിൽ എത്തിയിട്ടുണ്ടല്ലോ അവള്. Like candy or the village fair and the plans the trip secretly. മിഠായി വാങ്ങാൻ വേണ്ടിയിട്ടും ഉത്സവത്തിന് പോയിട്ട് അവിടെ നിന്ന് പി വാങ്ങാൻ പോലൊക്കെ തരുന്ന പണം ഉപയോഗിച്ച് അവിടെ എന്താക്കി സ്വരൂപിച്ചു വെച്ചു. അതൊക്കെ എടുത്തു വെച്ചു. എന്തിനാ? ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട്. ട്രിപ്പ് എവിടെയൊക്കെ? ടൗണിൽ ബസ് പോവാ. ഏത് മൂട്? അതൊക്കെ അന്നൊക്കെ അതിന് മൂട്. The bus journey. ആ ബസ് ജേണി പറയാം. One day Wally finally bought the bus for her adventure. അവളുടെ അഡ്വഞ്ചറിന് വേണ്ടിയിട്ട്, ആ ഒരു ട്രിപ്പിന് വേണ്ടിയിട്ട് അവൾ എന്താക്കി ബസ് കയറി. She is filled with excitement and carefully observe everything around her. അവൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ബസ് കയറുന്ന സമയത്ത്. നമ്മളെ ഫ്ലൈറ്റിൽ കയറിയ അവസ്ഥ. ഓക്കെ, അതുപോലെ തന്നെ അവൾ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ഒബ്സർവ് ചെയ്തു. ആ ചുറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കി. From the green fields to the bustling town. നല്ല ഗ്രീൻ, പച്ച നിറഞ്ഞുള്ള പച്ച പാടം അല്ലെ, പച്ച കളറുള്ള പാടം മുതൽ ടൗണിലെത്തുന്ന ബസ്ലിംഗ് സൗണ്ടുകളുള്ള ഒരു ടൗൺ വരെ, നല്ല ബിസി ആയിട്ടുള്ള ആ ഒരു സൗണ്ട് നോയ്സ് ഉള്ള ടൗൺ വരെ അവൾ വാച്ച് ചെയ്തു. വല്ലി ഇന്ററാക്ട്സ് വിത്ത് ദ പാസഞ്ചേഴ്സ് ആൻഡ് ദ കണ്ടക്ടർ. അവിടെയുള്ള പാസഞ്ചേഴ്സ്, അവിടെ കൂടെയുള്ള കോ പാസഞ്ചേഴ്സുമായിട്ടും അവിടെയുള്ള കണ്ടക്ടർ സീനാണ്, കണ്ടക്ടറുമായിട്ടും സംസാരിച്ചു കൊണ്ടിരുന്നു. അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്തു. ഹു ഫൈൻഡ്സ് ഹർ എന്തൂസിയാസം അമ്യൂസിംഗ് ആൻഡ് കോൾസ് ഹർ മാഡം. അവളിൽ എല്ലാത്തിനോടുള്ള അറിയാനുള്ള ഈ ഒരു എന്തൂസിയാസം ഉണ്ടല്ലോ, അറിയാനുള്ള താല്പര്യം കാരണം, അവളുടെ ഈ ഒരു എല്ലാത്തിനുള്ള ഇൻട്രസ്റ്റ് കാരണം അവളെ മാഡം എന്നൊക്കെ വിളിച്ചിട്ടാണ് അവളെ എന്താക്കുന്നത്, ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ കണ്ടക്ടർ. എന്നിട്ടോ ലേണിംഗ് ലൈഫ്സ് റിയാലിറ്റീസ്. അവളെ ജീവിതത്തിന്റെ റിയാലിറ്റീസ് പഠിക്കുകയാണ്. ഡ്യൂറിംഗ് ദ ജേർണി വല്ലി സീസ് ദി ബ്യൂട്ടി ഓഫ് നേച്ചർ. പ്രകൃതിയുടെ ഭംഗി അവൾ കാണുന്നുണ്ട്. ആൻഡ് എൻജോയ്സ് ഹർ ഇൻഡിപെൻഡൻസ്. അവളുടെ ആ ഒരു സ്വാതന്ത്ര്യത്തെ അവൾ എൻജോയ് ചെയ്യുന്നുണ്ട്. ആരുമില്ലെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് പോകും. നിങ്ങളൊക്കെ എന്നാണ് ആ ഒരു ട്രെയിനിൽ ആദ്യമായിട്ട് പോയത്? എന്നാണ് ഒരു ബസ്സിൽ സ്വന്തമായിട്ട് ആദ്യമായിട്ട് പോയത്? അല്ലേ, സ്കൂൾ ബസ്സിലൊക്കെ പോയിട്ടുണ്ടാവും. അല്ലാതെ however on the return trip she noticed a dead cow lying on the road. തിരിച്ചു വരുന്ന സമയത്ത് ഒരു പശു അവിടെ മരിച്ചു കിടക്കുന്നുണ്ട് റോഡിൽ. The sight deeply affected her. ആ കാഴ്ച കണ്ടവൾക്ക് വല്ലാതെ എഫക്ട് ചെയ്തു അവളുടെ മൈൻഡിൽ. And makes her realize the harsh realities of life. ജീവിതത്തിന്റെ പച്ച യാഥാർത്ഥ്യങ്ങളെ പറ്റി അവൾ മനസ്സിലാക്കി.
അങ്ങനെയാണ്. ചിലതൊക്കെ മരിക്കും, ചിലതൊക്കെ നഷ്ടപ്പെടും, ചിലതൊക്കെ പോകും, ചില പരീക്ഷകളൊക്കെ തോൽക്കും. അത് വേണ്ട അല്ലെ? ഏതായാലും അങ്ങനെയൊക്കെയാണ് ജീവിതം എന്നുള്ളത് അവൾ മനസ്സിലാക്കി. എന്നിട്ടോ വല്ലിയുടെ റിട്ടേൺ ആണ് പറയുന്നത്. അവള് വീട്ടിലെത്തിയ സമയത്ത് ഷി ഫീൽസ് എ മിക്സ് ഓഫ് ഇമോഷൻ. പല മിക്സ്ഡ് ഇമോഷൻസ് ആണ് അവൾക്ക് വരുന്നത്. കാരണം വെച്ചാല് ആ ഒരു പശു മരിച്ച കമ്പൗണ്ട്, അവള് ഈ യാത്ര പോയ സന്തോഷമുണ്ട്, വിഷമവും സന്തോഷവും കൂടി. ദ ട്രിപ്പ് ഹാസ് ഗിവൺ ഹെർ സെൻസ് ഓഫ് ഫുൾഫിൽമെന്റ്. ഒരു വല്ലാത്തൊരു സംതൃപ്തി നൽകി, പുതിയൊരു പെർസ്പെക്റ്റീവ് ഓൺ ലൈഫ്, ജീവിതത്തോടുള്ള ഒരു പോയിന്റ് ഓഫ് വ്യൂ പുതിയ കിട്ടി. ബട്ട് ഷി ഡിസൈഡഡ് നോട്ട് ടു ഷെയർ ഹെർ എക്സ്പീരിയൻസ് വിത്ത് ഹർ മദർ. അമ്മേനോട് ഇത് ഏതായാലും പറയൂല, കാരണം കീപ്പിംഗ് ഹർ അഡ്വഞ്ചർ സീക്രട്ട്. അവളുടെ ആ ഒരു അഡ്വഞ്ചർ ട്രിപ്പ് ഒരു സീക്രട്ട് ആക്കി വെക്കാൻ വേണ്ടിയിട്ട് ഇത് അവളുടെ അമ്മയോട് ഏതായാലും പറയില്ല. ഈ ചാപ്റ്ററിൽ കിട്ടുന്ന തീം എന്താണെന്ന് അറിയാം. സ്റ്റോറി ഹൈലൈറ്റ്സ് ദ ഇന്നസെൻസ് ആൻഡ് ക്യൂരിയോസിറ്റി ഓഫ് ചൈൽഡ്. ഒരു കുട്ടിയുടെ ഇന്നസെൻസ്, ആ ഒരു നിഷ്കളങ്കത, അവളുടെ ക്യൂരിയോസിറ്റി ഒക്കെയാണ് പറയുന്നത്. അതുപോലെ തന്നെ വൈൽ ഷോയിങ് ഹൗ സ്മോൾ എക്സ്പീരിയൻസ് ക്യാൻ ഷേപ്പ് എ പേഴ്സൺസ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ വേൾഡ്. ലോകത്തെ പറ്റിയുള്ള ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ, അല്ലെങ്കിൽ ആ ലോകത്തെ പറ്റിയുള്ള ആ ഒരു മനസ്സിലാക്കൽ, അണ്ടർസ്റ്റാൻഡിങ്, ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട് തന്നെ മാറി മറിയാം, ലോകം ഇങ്ങനെയൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കി. It emphasizes the independent self discovery. അവളുടെ ആ ഒരു സ്വാതന്ത്ര്യത്തെ പറ്റിയിട്ടും, അല്ലെങ്കിൽ സെൽഫ് ഡിസ്കവറിയെ പറ്റിയിട്ടും, സ്വന്തമായിട്ട് കണ്ടെത്തലിനെ പറ്റിയിട്ടും, ആൻഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഒബ്സർവിങ് ആൻഡ് ലേണിംഗ് ഫ്രം ലൈഫ്. ജീവിതത്തിൽ നിന്ന് എല്ലാ കാര്യവും ഒബ്സർവ് ചെയ്യണം. നമ്മുടെ സ്കൂളിലേക്ക് പോകുന്ന വഴിക്ക് എന്തൊക്കെ കാഴ്ചകൾ നമ്മൾ കാണും, അത് നമുക്ക് നന്നായിട്ട് ഒബ്സർവ് ചെയ്യുക. കാണുക എന്നതിൽ സിയും ഒബ്സർവിനോടും വ്യത്യാസം ഉണ്ടല്ലോ, അതൊക്കെ ചെയ്യണം എന്നുള്ള ഒരു കിടിലൻ തീം വരുന്നുണ്ട്. ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ അയക്കടിച്ചു. നിങ്ങൾക്ക് ഈ ഒരു പ്രസന്റേഷൻ അല്ലെങ്കിൽ ഇത് മനസ്സിൽ ഈ ചാപ്റ്ററിന്റെ ഒരു കംപ്ലീറ്റ് ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കരുത്. നെക്സ്റ്റ് വൺ. ഓക്കെ, ഇത് എക്സാമിന് മോസ്റ്റ് ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഏറ്റവും കൂടുതൽ തവണ കഴിഞ്ഞ വർഷങ്ങളിലും അതിന് മുന്നത്തെ വർഷങ്ങളിലൊക്കെ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ചോദിച്ച ക്വസ്റ്റ്യങ്ങളാണ് ചോദിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല, കുഞ്ഞു ആൻസർ ആണ് കൊടുത്തിട്ടുള്ളത്. അതിന്റെ ആൻസർ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇത് എക്സ്പാൻഡ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണെങ്കിൽ, 8 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ അത്രയും എക്സ്പാൻഡ് ചെയ്ത് എഴുതുക. കുഞ്ഞു ചെറിയ മാർക്ക് 2, 3, 4 മാർക്കിനൊക്കെ ആണെങ്കിൽ ആ ഒരു രീതിയിൽ എഴുതുക. ആൻസർ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ മാത്രം. ഹൗ ഡസ് വല്ലീസ് ക്യാരക്ടർ റിഫ്ലക്ട് ക്യൂരിയോസിറ്റി ആൻഡ് ഡിറ്റർമിനേഷൻ? ഇങ്ങനെ കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് വൺ, ഡിസ്കസ് ഹൗ മാഡം റൈറ്റ്സ് ദ ബസ് സെലിബ്രേറ്റ് ദ പവർ ഓഫ് എക്സ്പ്ലോറേഷന്റെ പവർ എങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? ആൻസർ കൊടുത്തിട്ടുണ്ട്, ചിന്ന ആൻസർ പെരുസാക്കണം ഗൈസ്. നെക്സ്റ്റ് വൺ, ഹൗ ഡസ് ദ ബസ് ജേർണി ഇൻഫ്ലുവൻസ് വല്ലീസ് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ലൈഫ് ആൻഡ് ഡെത്ത്? എങ്ങനെയാണ് ഈ ഒരു ബസ് ജേർണി ഈ ഒരു മരണത്തെയും ജീവിതത്തെയും ഒക്കെ തമ്മിലുള്ള ജീവിതത്തോടും മരണത്തോടും ഒക്കെ ഉള്ള ഇവളുടെ ഒരു പെർസ്പെക്റ്റീവ് ഉണ്ടല്ലോ, അവളുടെ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടല്ലോ, അതെങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. Last question. Analyze the narrative effectiveness in portraying the tension between the comfort of familiarity and the allure of the unfamiliar. Madam Ride the Bus എന്നുള്ള ഈ ഒരു ചാപ്റ്ററിൽ നരേറ്റീവിന്റെ എഫക്റ്റീവ്നെസ്, ഈ ഒരു നരേറ്റീവ് കണ്ടു കഴിഞ്ഞാൽ കിടിലൻ നരേറ്റീവ് ആണ്. നമ്മളെ മൂപ്പരെ പേരെന്തേനു? സൂപ്പർ പേരല്ലേനോ? ഏതേനടാ? വള്ളിക്കണ്ണന്റെ ഈ ഒരു നെറേറ്റീവിനെ പറ്റിയിട്ടാണ്, ആ ഒരു പെർസ്പെക്റ്റീവിനെ പറ്റിയിട്ടാണ് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. എന്താണ് അത്? ഒരു എസ്സേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആയിരിക്കാം. ദ ടെൻഷൻ ബിറ്റ്വീൻ ദ കംഫർട്ട് ഓഫ് ഫെമിലിയാരിറ്റി. നമുക്ക് സാധാരണ പരിചയമുള്ള സംഭവങ്ങളിൽ എത്രത്തോളം ടെൻഷൻ മേക്കിംഗ് ചെയ്യാൻ അദ്ദേഹത്തിന്റെ നെറേറ്റീവിന് പറ്റിയിട്ടുണ്ട്. നമ്മളെല്ലാവരും ആ ഒരു വള്ളിയുടെ മൈൻഡിലേക്ക് വരികയാണ്. അതിനെ പറ്റിയിട്ടൊക്കെ എഴുതാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. സോ ഈ ഒരു ചാപ്റ്റർ സെറ്റ് ആയെന്ന് കരുതുന്നു. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് ദ ടെയിൽ ഓഫ് കസ്റ്റാർഡ് ഡ്രാഗൺ. ദ ടെയിൽ ഓഫ് കസ്റ്റാർഡ് ഡ്രാഗൺ യൂണിറ്റ് 7 അടുത്ത ചാപ്റ്റർ. യെസ്, ദ ടെയിൽ ഓഫ് കസ്റ്റാർഡ് ഡ്രാഗൺ. സൂപ്പർ കഥ അല്ലേ? ഓക്കെ, സംഭവമാണ്. ദ ടെയിൽ ഓഫ് കസ്റ്റാർഡ് ഡ്രാഗൺ ബൈ ഓഗ്ഡേ നാഷ് ആണ്. ഈസ് എ ഹ്യൂമറസ് ആൻഡ് എന്റർടൈനിങ് പോം. ഇതൊക്കെ ഭയങ്കര കോമഡി കഥയാണ്, കോമഡി കവിതയാണ്, എന്റർടൈനിങ് പോമാണ്. നിങ്ങൾ എന്റർടൈൻ ആയോ ഇല്ലയോ എന്നതല്ല, എന്റർടൈനിങ് പോമാണ്, കോമഡിയാണ്. അബൌട്ട് ബെലിൻഡ, എ യങ് ഗേൾ ആണ് ബെലിൻഡ. ഇവളാണ് ബെലിൻഡ. ഓക്കെ, ബെലിൻഡ എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടിയെ പറ്റിയാണ്. ആൻഡ് അൺയൂഷ്വൽ, അസാധാരണമായിട്ടുള്ള പെറ്റുകളുണ്ട്. എന്റെ മോനെ ഡ്രാഗൺ ആണ്. ഗെയിം ഓഫ് ത്രോൺസ് സെറ്റാന്ന് തോന്നുന്നു. ഏതായാലും കോമഡിയാണ്. ഏതായാലും ഓക്കെ, അൺയൂഷ്വൽ പെറ്റ്സ് ആണ്. അതിനെ പറ്റിയിട്ടാണ് ബെലിൻഡ ആൻഡ് ഹെർ പെറ്റ്സ്. അവളുടെ പെറ്റ്സിനെ പറ്റിയൊക്കെയാണ് പറയുന്നത്. അവൾ ഒരു ചെറിയൊരു വൈറ്റ് ഹൗസിലാണ് ജീവിക്കുന്നത്. അമേരിക്കയിലെ വൈറ്റ് ഹൗസ് അല്ല. വിത്ത് ഹെർ ബ്രേവ് കമ്പാനിയൻസ്. വളരെ ധൈര്യശാലിയായിട്ടുള്ള കമ്പാനിയൻസ് ഉണ്ട്. ആരൊക്കെയാ? എക്കിറ്റാണ്, പൂച്ചയുണ്ട്. ഇങ്ക് എന്ന് പറയുന്ന പൂച്ച, ഒരു ബ്ലിങ്ക് എന്ന് പറയുന്ന എലി. ഇവർ 2 ശത്രുക്കളല്ലേ, എന്നാൽ ഇവർ ടീമാണ് ഗൈസ്. എ ഡോഗ് ഉണ്ട്, മസ്റ്റാർഡ് എന്ന് പറയുന്ന ഒരു ഡോഗ് ഉണ്ട്. ആൻഡ് എ ഡ്രാഗൺ, ഒരു ഡ്രാഗൺ ഉണ്ട്. ഡ്രാഗൺ, കസ്റ്റാർഡ് എന്ന് പറയുന്ന ഒരു ഡ്രാഗൺ. while all others animal boast about their bravery. എല്ലാവരും അവരുടെ ആ ഒരു ബ്രേവറിയെ പറ്റിയിട്ടൊക്കെ ഇങ്ങനെ പൊക്കി പറയുന്ന സമയത്തും കസ്റ്റാർഡ് ഈസ് ഓഫൺ മോക്ക്ഡ് ഫോർ ബീയിങ് കവാർഡ്ലി. അവൻ എപ്പോഴും ഒരു മണ്ടനാണ്, കവാർഡാണ്, ധൈര്യമില്ലാത്തവനാണെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കളിയാക്കുക ചെയ്യുക അവനെ, പാവം അല്ലേ? എന്നിട്ടോ ബിക്കോസ് ഹി പ്രിഫർ സേഫ്റ്റി
thirsty and cries for a nice safe cage. എപ്പോഴും അവന് എപ്പോഴും സേഫ്റ്റിയാണ് ആവശ്യം. അതുപോലെ തന്നെ എപ്പോഴും അവന് കരഞ്ഞുകൊണ്ടിരിക്കും, എനിക്കൊരു നല്ലൊരു സേഫ് കേജ് വേണം, എനിക്കൊരു നല്ലൊരു സേഫ് കേജ് വേണം എന്ന് കരഞ്ഞുകൊണ്ടിരിക്കും. നമ്മളെ നാട്ടിലാണെങ്കിൽ ഈ ചെറിയ പൂച്ചയും എലിയും ഒക്കെ ഞങ്ങളാണ് ഇവിടുത്തെ രാജാവ് എന്ന് പറയുകയും, നമ്മുടെ ആനക്കുട്ടൻ, നമ്മളെ രാജാവാര ആന അല്ലെ, നമ്മുടെ നാട്ടിൽ കൂടുതൽ ആനയാണല്ലോ, ആന പറയാണ് എനിക്കൊരു ആല മതി എന്ന് പറയുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും? അതുപോലെ കോമഡിയാണ്. പിറേറ്റ്സ് അറ്റാക്ക്, അവിടെയാണ് പിറേറ്റ്സ് വരുന്നത്. എന്റെ മോനെ, വൺ ഡേ പിറേറ്റ്സ് വിത്ത് പിസ്റ്റൾ, ഒരു പിറേറ്റ്സ് ഒരു ഗണ്ണുമായിട്ട് വരുന്നു. ഓക്കെ, ഒരു മാസ് എൻട്രി ആണ്. ആൻഡ് എ കട്ട്ലാസ് ബ്രേക്സ് ഇൻ ടു ദിയർ ഹൗസ്. അങ്ങനെ പിസ്റ്റളും ഉണ്ട് കട്ട്ലാസും ഉണ്ട് അല്ലെ. കട്ട്ലാസ് എന്ന് പറഞ്ഞാൽ പിന്നെ രണ്ട് ഭാഗവും മൂർച്ചയുള്ള ഖടാര എന്ന് പറയും. ഓക്കെ, അതൊക്കെ ആയിട്ട് അങ്ങനെ വീട്ടിന്റെ ഉള്ളിലേക്ക് കയറുന്നു. ഓൾ ദ ബ്രേവ് ആനിമൽസ് ആർ ടെറിഫൈഡ് ആൻഡ് ഹൈഡ് ഇൻ ഫിയർ. നേരത്തെ പറഞ്ഞ വളരെ വീരശൂര പരാക്രമികളായിട്ടുള്ള ഇങ്കും ബ്ലിങ്കും ബെളിന്റെയും മസ്റ്റാർഡും ഒക്കെ അല്ലേ, അവന്മാരൊക്കെ പോയി പേടിച്ച് ഒളിച്ചു. സർപ്രൈസിംഗ്ലി പക്ഷെ എല്ലാവരും തെറ്റിദ്ധരിച്ചിരുന്ന, എല്ലാവരും വളരെ ഭീരുവാണെന്ന് കരുതിയിരുന്ന കസ്റ്റാർഡ് ദ സോ കോൾഡ് കവാഡ് എന്ന് പറയപ്പെട്ട ആ ഭീരു എന്ന്, ധൈര്യമില്ലാത്തവെന്ന് പറയപ്പെട്ട ആ ഒരു കസ്റ്റാർഡ് റോഴ്സ് ഇൻ ടു ആക്ഷൻ. അവനങ്ങോട്ട് അലറാൻ തുടങ്ങി, ആക്ഷൻ ചെയ്തു. അവന്റെ ആക്ഷൻ കണ്ടിട്ട് ജോൺ വിക്ക് പോലെ അങ്ങോട്ട് ഹി ഫൈറ്റ്സ് പിറേറ്റ്സ് ബ്രേവ്ലി. വളരെ ധൈര്യത്തോടു കൂടി പിറേറ്റ്സിനെ ഇതെന്താക്കി ഫൈറ്റ് ചെയ്തു. സ്വാലോസ് ഇമ്പോൾ മൊത്തത്തിൽ അങ്ങ് മുഴുങ്ങിക്കാൻ ഏത് വൈബ്. ആൻഡ് സേവ്സ് എവരിബഡി, എല്ലാവരെയും എന്നിട്ട് രക്ഷിച്ചു. ഇനി അതിനുശേഷം ഡിസ്പൈറ്റ് കസ്റ്റാർഡ്സ് ഹീറോയിക് ആക്ട്, ഇങ്ങനെയൊക്കെയും ഹീറോയിക് ആക്ട് ആര് ചെയ്ത്? നമ്മുടെ ഡ്രാഗൺ ചെയ്തേ, കസ്റ്റാർഡ് ചെയ്തേ. The other animals soon returned to bragging about the bravery and continued tasting the custard. എന്നിട്ട് വീണ്ടും ആ മറ്റേ ആ ചെറിയ മൃഗങ്ങളില്ലേ, ആ ഇങ്കും ബ്ലിങ്കും പിന്നെ മസ്റ്റാർഡൊക്കെ, ഇവര് പിന്നെയും കളിയാക്കാൻ തുടങ്ങി അവനെ. കസ്റ്റാർഡ് ബീയിങ് ഹംബിൾ, പാവം ഒരു കസ്റ്റാർഡ് ബീയിങ് ഹംബിൾ ഡസന്റ് മൈൻഡ് ആൻഡ് റിമെയിൻസ് കണ്ടന്റ്. ഓക്കെ, കസ്റ്റാർഡ് പക്ഷെ അപ്പോഴും എന്തൊക്കെ ഒന്നും ഉണ്ടാണ്, ഒന്നും അറിയാത്തവനാണ്. സിറ്റുവേഷൻ വന്ന അവൻ ഇടയും, അവൻ സീനാവും, ബാക്കിയുള്ളവരെ രക്ഷിക്കും. പക്ഷെ ആൾക്കാർ വെറുതെ ഇങ്ങനെ കളിയാക്കി മൈൻഡ് ചെയ്യൂല. അതുപോലെയാണ് നമ്മൾ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്കില്ല് നമ്മൾ കാണിക്കണം. അല്ലാത്തപ്പോൾ വെറുതെ എന്തിനാ ആൾക്കാർ ഇങ്ങനെ കളിയാക്കി എടുക്കും, മൈൻഡ് ചെയ്യണ്ട, വെറുതെ നമ്മൾ ടൈം വേസ്റ്റ് ചെയ്യുന്നതിനാ. ഓക്കെ, ഇതൊരു മെസ്സേജ് എന്താ വെച്ചാൽ, ദ പോം ടീച്ചേഴ്സ് us that actions speak louder than the words. അതന്നെ, വാക്കുകൾ കൊണ്ട് എന്താക്കണമെന്നില്ല, മറുപടി കൊടുക്കണമെന്നില്ല, ആക്ഷൻ. ചിലർ പറയും ഇനി വരുന്ന എക്സാമിന് നമ്മൾ ഫുൾ മാർക്ക് വാങ്ങുന്ന ആൾക്കാർ ഡയലോഗ് അടിക്കും. പക്ഷെ നമ്മളങ്ങ് ഡയലോഗേ അടിക്കേണ്ട, സൈലന്റ് ആയിട്ടിരിക്കുക. ഇനി റിസൾട്ട് വരുമ്പോൾ ആൾക്കാരെ ഞെട്ടണം. True bravery is shown through deeds. പ്രവൃത്തിയിലൂടെയാണ് യഥാർത്ഥ ധൈര്യം കാണിക്കേണ്ടത്, അല്ലാതെ വാക്കിലൂടെയല്ല. നോട്ട് ബോസ്റ്റിംഗ്, വെറുതെ പൊക്കി പറയാ, ആ ചാമ്പിയോടല്ല, തള്ളലല്ല. It also highlights the value of humility. ഹ്യൂമിലിറ്റിയുടെ വാല്യൂയെ പറ്റിയിട്ട് ആരെയും വെറുതെ എന്താക്കരുത്, കളിയാക്കരുത്. Let me know if you need questions or additional details. അത് അല്ലാതെ എക്സ്ട്രാ വന്നതാണ്. യെസ്, അത് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട, ഇവിടെയുള്ളൂ അതിന്റെ മെസ്സേജ് എന്ന് പറയുന്നത്. സെറ്റ് ആക്കാം. നെക്സ്റ്റ് വൺ, എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ബാക്കി ഡീറ്റെയിൽസ് ആണ് ബാക്കി നമ്മൾ പറയാൻ പോകുന്നത്. അത് ജസ്റ്റ് നോക്കാം. എക്സാമിൽ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ചോദിച്ചിട്ടുള്ളത് എന്ന് പറയാൻ പോകുന്നത്. അതിന്റെ മുമ്പ് ഒറ്റ കാര്യം, നമ്മുടെ 10th CBSE വാട്സപ്പ് ചാനലാണ്. ചുമ്മാ ജോയിൻ ചെയ്തിട്ടോ, നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള പല കാര്യങ്ങളും ഇതിൽ കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സെറ്റാക്കി. യെസ്, നോക്കാം. ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്, ആൻസർ ഡിസ്കസ് ചെയ്യുന്നില്ല. നോക്കാം. ഹൗ ഡസ്, വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. നോക്കിക്കോ. ഹൗ ഡസ് ദ പോയറ്റ് ഡിസ്ക്രൈബ് കസ്റ്റാർഡ്സ് ഫിസിക്കൽ അപ്പിയറൻസ് ആൻഡ് പേഴ്സണാലിറ്റി? എങ്ങനെയാണ് ഇതില് നമ്മുടെ പോയറ്റ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്? കസ്റ്റാർഡിന്റെ ഫിസിക്കൽ അപ്പിയറൻസ്, അവന്റെ ആ ഒരു ടെയിലും കാര്യങ്ങളൊക്കെ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പേഴ്സണാലിറ്റി എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഹൗ ഡസ് ദ പോം ചാലഞ്ച് ട്രഡീഷണൽ നോഷൻസ് ഓഫ് ബ്രേവറി ആൻഡ് കവാർഡ്നെസ്? ട്രഡീഷണലി നമ്മൾക്ക് ഉണ്ടാവുന്ന ബ്രേവറിയുടെയും കവാർഡേഴ്സിന്റെയും ഒക്കെ ആ ഒരു ചാലഞ്ച്, ആ ഒരു പോം ചാലഞ്ച് ചെയ്യുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് മെൻഷൻ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വൺ, ഐഡന്റിഫൈ ആൻഡ് എക്സ്പ്ലെയിൻ ആൻ ഇൻസ്റ്റൻസ് ഓഫ് ഐറണി ഇൻ ദ പോം. ഈ ഒരു കവിതയിൽ ഒരു ഐറണി ഉണ്ട്. ആ ഐറണി നിങ്ങൾ എന്താക്കുക, അത് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാം. ആക്ച്വലി സിമ്പിൾ ആണ്. നമ്മുടെ ഇതിൽ ഏറ്റവും കൂടുതൽ ധൈര്യമുള്ളത് ശരിക്കും ആരാണ്? ഡ്രാഗൺ ആണ്, കസ്റ്റാർഡ് ഡ്രാഗൺ ആണ്. പക്ഷെ ആ കസ്റ്റാർഡ് ഡ്രാഗണിനെ പോയിട്ടാണ് ധൈര്യം ഇല്ലാത്തവെന്ന് വിളിക്കുന്നത് ഐറണി അല്ലേ. ഡിസ്കസ് ദ യൂസ് ഓഫ് റിപ്പീറ്റേഷൻ ഇൻ ദ പോം ആൻഡ് ഇറ്റ്സ് എഫക്ട്. ഓക്കെ, ഇത് റിയലിയോ ട്രൂലിയോ എന്നൊക്കെ എന്താക്കുന്നുണ്ട്, വീക്കെൻഡ് വോബിൾ ഇതൊക്കെ എന്താക്കുന്നുണ്ട്, വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അത് വല്ലാത്തൊരു എഫക്ട് ഉണ്ടാക്കുന്നുണ്ട്. ചെറിയ ക്വസ്റ്റ്യൻസിലേക്ക് വരും കേട്ടോ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. വാട്ട് മോറൽ ലെസൺ ഡസ് ദിസ് പോം കൺവേ? ഇതിൽ എന്ത് മോറൽ ആണുള്ളതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സോ ഇതൊക്കെയാണ് ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. നിങ്ങളുടെ ഫ്രണ്ട്സിന് 10th CBSE ഫ്രണ്ട്സിന് ഷെയർ കൊടുക്കുക. കാരണം അവരിത് പഠിക്കട്ടെ.
ഇല്ലേ? അവരും ഇത് മനസ്സിലാക്കട്ടെ. ഈ ചാപ്റ്റർ അറിയാത്ത, ഇതിൽ നിന്ന് എന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്നുള്ളത് അറിയാത്തവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, സെറ്റ് ആക്കുക. അതുപോലെ നിങ്ങൾ ഫുൾ കംപ്ലീറ്റ് നോട്ട്സിന് വേണ്ടിയിട്ട്, ഫ്രീ നോട്ട്സിന് വേണ്ടിയിട്ട്, ലൈവ് ക്ലാസ്സിലേക്ക് നോട്ട്സിനും അപ്ഡേറ്റ്സിനും വേണ്ടിയിട്ട് കമന്റ് ബോക്സിൽ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു ക്ലാസ്, ഹൗ സെറ്റ് എന്നുള്ളത് കമന്റ് ചെയ്യാൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയോ? ഇനി ഏത് യൂണിറ്റ് ആണ് വേണ്ടത്, ഏത് ഡിസ്കോഴ്സ് ആണ് വേണ്ടത്, ഏത് ഗ്രാമർ സെഷൻ ആണ് വേണ്ടത്, എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത് കമന്റ് ബോക്സിൽ അറിയിക്കുക. There is only a way of communication is the comment box. Set ആക്കുക, പവർ ആക്കുക. Thank you. It's me Jamshad. You can always call me JD. Thank you. Bye bye. Love you.